ഭ്രമയുഗം എക്കാലത്തെയും മികച്ച മാസ്റ്റർ ക്ലാസ് സിനിമയിൽ തന്നെ ഉറപ്പിച്ചു പറയാവുന്നൊരു സിനിമ. ഈ സിനിമ ഓസ്കാർ വേദിയിൽ നിറഞ്ഞ കൈയടിയാണ്. കാരണം ഇതിന്റെ ആങ്കർ ഇതിനെക്കുറിച്ച് പറയുമ്പം ഇത് ഈ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്, ഇന്ന നടന്മാർ ഇതിനകത്ത് അഭിനയിക്കുന്നു, മമ്മൂട്ടി എന്ന് പറയുമ്പം ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് കൈയടിയും ആങ്കറും അന്നേരം കൈയടിക്കുകയാണ്. കാരണം അത്രയ്ക്കുണ്ട് ആ സിനിമ നേടിയ പ്രചാരം. അതുപോലാണ് അതിഗംഭീര സിനിമ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നല്ല ഈ സിനിമ ഞാൻ നമ്മുടെ വീട്ടിലിരുന്ന് അല്ലാതെ കാണുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് കാണുമ്പം ഇതിന്റെ ലേയേഴ്സും ബാക്കിയുള്ള നോക്കുമ്പോൾ രാഹുൽ സദാശിവന്റെ എനിക്കൊന്ന് ഇതുപോലെ ബെസ്റ്റ് വർക്ക് അടുത്ത കാലത്തൊന്നും കണ്ടു കാണത്തില്ല. ഓരോ സിനിമയും ഓരോ ദിവസം കഴിയുമ്പോഴാണ് വീണ്ടും വീണ്ടും പ്രശസ്തിയിലേക്ക് വരുന്നത്. മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ ചെയ്തേക്കുന്ന വർക്ക് എന്ന് പറയുന്ന കുഴമ്പൂറ്റിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയാൽ ഈ സിനിമ ചിലപ്പം ട്രോൾ മെറ്റീരിയലായി മാറിയേനെ. അതിഗംഭീരമായ സൂക്ഷ്മമായ അഭിനയവും അത്രയും സൗണ്ട് മോഡുലേഷനും കൊണ്ട് ഗംഭീരമായിരിക്കുന്നു. അർജുന അശോകനും സിദ്ധാർത്ഥ ഭരതനും എല്ലാം എന്തിനാണ് യക്ഷയായിട്ട് വന്ന പെണ്ണ് ഉൾപ്പെടെ മണികണ്ഠൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളെങ്കിലും അതിന്റെ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും എല്ലാം അതിഗംഭീരം. ഇത് എനിക്ക് തോന്നുന്നു ഇനിയും വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാം. ഓസ്കാർ വേദിയിൽ ഇപ്പൊ ചർച്ച ചെയ്തതുപോലെ ലോകോത്തര നിലവാരമുള്ള സിനിമ, മലയാള സിനിമയ്ക്ക് എടുത്തു വെക്കാനുള്ള ലോകോത്തര നിലവാരമുള്ള ഒരു സിനിമയായി മാറിക്കഴിഞ്ഞു ഓൾറെഡി. ഇനിയും ചിലപ്പോൾ പല ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളിലും ഉറപ്പായിട്ടും ഭ്രമയുഗം കളിക്കുന്നുള്ളതിൽ സംശയം വേണ്ട. എന്തായാലും ഒരു കാര്യം മലയാളികൾക്ക് അഭിമാനപൂർവ്വം പറയാം, മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലെത്തിച്ച ഒരു സിനിമയായി മാറി ഭ്രമയുഗം.